സൂപ്പർ ആന്റി. എന്താടി നിനക്ക് എന്റെ ആന്റി എതിർക്കാനുള്ള ധൈര്യം വന്നല്ലേ? അതെ, എന്റെ മുന്നിൽ സംസാരിക്കാനുള്ള ധൈര്യം നിന്റെ ശരീരത്തിൽ ഓടുന്ന അഖിലാണ്ടേശ്വരിയുടെ രക്തം തന്നതായിരിക്കും. അല്ലെങ്കിൽ കല്യാണം ആയില്ലേ, ഇനി ആരെയും അനുസരിക്കേണ്ടെന്ന വിചാരത്തിൽ ഉണ്ടായതായിരിക്കും. എന്താടി നിന്റെ മനസ്സില്? പറയടി, പറയാൻ. അതെ, നിന്റെ പൂങ്കണ്ണീര് കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാനേ ഞാൻ ആനന്ദോ അരവിന്ദൊന്നും അല്ല. നിന്റെ കല്യാണ കാര്യത്തില് ആദ്യം മുതലേ അഖിലാണ്ടേശ്വരി എന്നെ അപമാനിച്ചോണ്ടിരിക്കുക. അങ്ങനെയുള്ള ആ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, മുമ്പ് എന്തോ പറഞ്ഞല്ലോ നിന്റെ അഖിലാണ്ടേശ്വരി മാഡം. എന്തായിരുന്നു അത്? ആ, നിന്റെ കല്യാണം അഖിലാണ്ടേശ്വരിയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണെന്ന്. എന്നാലേ ഇന്നിത് മുടക്കി നിന്റെ അഖില മേഡത്തെ ഞാൻ മാനം കെടുത്തും. വാക്കിന് വിലയില്ലാത്തവളെന്ന് ഞാൻ ആളുകളെ കൊണ്ട് പറയിപ്പിക്കും. അതാണ് എന്റെ തീരുമാനം. എന്നെ കൊണ്ടത് എങ്ങനെ സാധിക്കുന്നായിരിക്കും നീ ഇപ്പൊ ചിന്തിക്കുന്നെ. എന്നെ കേട്ടോ, അന്ന് നീയും അരവിന്ദും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടാക്കിയെടുത്ത അരവിന്ദിന്റെയും നന്ദനയുടെയും വിവാഹ നിശ്ചയം മുടക്കിയത് ഞാനാ, ഈ ഞാൻ തന്നെ. ഇനി അതുപോലൊരു ചെറിയ ഐറ്റം ഇപ്പൊ നിനക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. നിന്റെ നിശ്ചയം ഗോവിന്ദയ. അയ്യോ ആന്റി, അരവിന്ദിന്റെ നിശ്ചയം മുടക്കിയത് ആന്റിയാണെന്ന് ഇവളോട് എന്തിനാ പറഞ്ഞേ? ഇവൾ ഇത് ചെന്ന് അഖിലാന്റിയോട് പറഞ്ഞ എല്ലാം തീർന്നില്ലേ? ഒരു തീരലും ഇല്ല. ഇവള് പറഞ്ഞാ പോരല്ലോ, തെളിവ് വേണ്ടേ കാണിക്കാൻ? അതല്ല, അഖില മേഡത്തോട് ഇവൾക്ക് പറഞ്ഞേ പറ്റുള്ളൂ എങ്കിൽ ഇവളെ ഞാൻ ഒന്നും ചെയ്യില്ല. ചെയ്യാൻ പോകുന്നത് അനിയൻ കുട്ടനെയും നിന്റെ തന്തയുമാണ്. അവർക്കുള്ള ആയുസ് ഞാനെങ്ങും വെട്ടിക്കുറയ്ക്കും. ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി. കല്യാണി, കല്യാണി. അഖില മാഡം വിളിക്കുന്നു. എന്തു പറ്റി കല്യാണി? കരഞ്ഞതുപോലുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞ് എല്ലാരും വിട്ടു പോകുന്നതിന്റെ വിഷമം കൊണ്ടാ. ആ, നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. അപ്പോ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഈ നിശ്ചയവും വിവാഹവും നടന്ന 2 ജീവൻ നിനക്ക് നഷ്ടപ്പെടും. വിലാസിനിക്കൊരു കല്യാണം മുടക്കാൻ അറിയാമെങ്കിൽ കൊലപാതകം പ്ലാൻ ചെയ്യാനും അറിയാം. അതോർത്ത് നിനക്ക് എന്തു വേണോ തീരുമാനിക്കാം.
വാടി. ഡി, നിനക്കെന്ത് തോന്നുന്നു? എന്തിനായിരിക്കും അഖിലേച്ചി എന്നെ വിളിപ്പിച്ചിട്ടുണ്ടാവുക? ഇനി ആ കമലച്ചെന്ന് എന്തേലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവോ? ആ അത് തന്നെ കാര്യം. ദേ ആന്റി, ഇതിലെന്തോ പന്തികേട് എനിക്ക് തോന്നുന്നുണ്ടേ. ഇപ്പൊ ആ സദസ്സിലേക്ക് ഞാനും കൂടെ വന്നാലേ ശരിയാവില്ല. ആന്റിക്ക് എന്ത് തോന്നുന്നു? അതൊരു പോയിന്റാ. നീ ഒരു കാര്യം ചെയ്, നേരെ എന്റെ മുറി പോയിരിക്കും. പോലീസ് വന്ന് നിശ്ചയം താറുമാറാകുന്നത് വരെ അങ്ങോട്ട് വരണ്ട. അല്ലെങ്കിൽ അഖിലേച്ചിക്ക് തോന്നും നമ്മൾ ഇത് പ്ലാൻ ചെയ്തതാന്ന്. ആ ശരി ശരി. ഞാൻ ആന്റിയുടെ റൂമിൽ പോയി ഇരിക്കുന്നതിന് പകരെ ആ പാചകപ്പുരയിൽ പോയിരുന്ന കുഴപ്പമുണ്ടോ? ഓ നാശം, എവിടെയെന്ന് വെച്ചാ പോയി തൊല ഇപ്പോ. ആ, ആ ബീന പറഞ്ഞതനുസരിച്ച് പോലീസ് വരാൻ സമയമായല്ലോ. ഇനി ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ അവസാന നിമിഷം വരുവോളായിരിക്കും. ആ നോക്കാം. അതിനു മുമ്പ് ഈ അഖിലാണ്ടേശ്വരി എന്തിനാ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടാവുക? ദൈവമേ, കുഴപ്പമൊന്നും വരുത്തല്ലേ. ഇത്രയും നേരം നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? വലിയ മേക്കപ്പ് ഒന്നും കാണാനില്ലല്ലോ. നിന്നെ ഏട്ടത്തി തിരക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അല്ലെങ്കിൽ തന്നെ നേരത്തെ എത്തിയാലും മതി. എന്നെ അങ്ങ് തലേ ചുമന്നുകൊണ്ട് നടക്കല്ലേ നിങ്ങളുടെ ഏട്ടത്തി. ചേച്ചി, ഇത്രയും നേരം നീ എവിടെയായിരുന്നു? എല്ലായിടത്തും ഒക്കെ ഒന്ന് ഓടി നടന്ന് നോക്കുമായിരുന്നു. ശരി ശരി, നല്ല കാര്യം. സഹദേവ, ഏട്ടത്തി, രാജീവിന് അച്ഛനമ്മമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരുമാണ് രാജീവിന്റെ ഗാർഡിയൻസ്. ശരി. രണ്ടുപേരും രാജീവിന്റെ അടുത്ത് പോയി നിൽക്ക്. ചേച്ചി ഞാനും. അതിനെന്താ, ചെന്ന് നിൽക്ക്. വാങ്ങോട്ട്, അവിടെ പോയി നിൽക്കാം. വരാ. ഇരുന്നോളൂ. അഖിലാണ്ടേശ്വരി, ഇനി ഞങ്ങളല്ല, ഇവന്റെ ചത്തുപോയ സാക്ഷാൽ അച്ഛനും അമ്മയും വന്ന് കൂടെ നിന്നാ പോലും ഈ നിശ്ചയം നടക്കാൻ പോകുന്നില്ല. നിശ്ചയം മുടക്കാൻ സർക്കാർ ശകടം പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നിശ്ചയത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കാം. പെണ്ണിനെ വിളിക്കാം. കമല, യെസ് മാഡം. കല്യാണിയോട് വരാൻ പറയും. ഓക്കെ, വാ, കല്യാണി വിളിച്ചിട്ട് വരാം. ചേച്ചി, കല്യാണി, ചേച്ചി, കല്യാണി, കമലേച്ചി, ചേച്ചി ഇത് എവിടെ പോയി? എവിടെ പോയിന്ന് അറിയാൻ വയ്യല്ലോ അനിയൻകുട്ട. വാ, നമുക്ക് ഔട്ട് ഹൗസിൽ പോയി നോക്കാം.
അത് ശരിയാ കമലേച്ചി. ചിലപ്പോ ചെമ്പരത്തിയോട് അനുവാദം ചോദിക്കാൻ പോയതായിരിക്കും. ശരിയാ, വാ. ആ മനസ്സിലായി മനസ്സിലായി. പക്ഷേ കമ്പനി ഡയറക്ടേഴ്സുമായി ഡിസ്കസ് ചെയ്താലേ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂ. ഷിപ്മെന്റ് വരുന്ന അടുത്ത മാസമല്ലേ? ഉറപ്പ് പറയുന്നില്ല, ഏതായാലും നോക്കാം. തീരുമാനം പോസിറ്റീവായാലും നെഗറ്റീവായാലും അറിയിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ എന്തു പറ്റി കമലേ? എന്താ മുഖത്തൊരു പരിഭ്രമം പോലെ? കാര്യം പറ. സർ, അത് പിന്നെ ചേച്ചിയെ മുറി കാണാനില്ല. ഞങ്ങൾ അന്വേഷിച്ചിറങ്ങിയതാ. മുറി കാണാനില്ലേ? കമലേ, ഇവൻ എന്തൊക്കെയായി പറയുന്നേ? കല്യാണി എവിടെ പോയി? അറിയില്ല സർ. മേക്കപ്പ് റൂമിൽ ഉണ്ടായിരുന്നു. മാഡം കല്യാണിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ റൂമിൽ ചെന്ന് നോക്കിയപ്പോ കല്യാണിയെ കാണാനില്ല. അത് അന്വേഷിക്കുന്നത്. ആ, പോയി എല്ലായിടത്തും അന്വേഷിക്ക്. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. അല്ലാതെ കല്യാണി എവിടെ പോനാ? ആദ്യം ഔട്ട് ഹൗസ് നോക്ക്. ഞാൻ മുകളിലൊന്ന് നോക്കിയിട്ട് വരാം. ശരി സർ. കമല, കല്യാണിയെ കാണാനില്ലെന്ന് തൽക്കാലം അമ്മ അറിയണ്ട. ശരി സർ, വാ. നീ അകത്ത് നോക്ക്, ഞാൻ പുറത്തു പോയി നോക്കാം. ചേച്ചി, ചേച്ചി, കല്യാണി, ചേച്ചി. കണ്ടോ? ഇല്ല. വാ. കല്യാണി, നീ എന്തിനാ എവിടെ നിൽക്കുന്നേ? കിണറ്റി ചാടി ചാവാനാണോ ഉദ്ദേശം? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. അവിടെ ആൾക്കാരെല്ലാം ചേർന്ന് നിന്റെ വിവാഹ നിശ്ചയം നടത്താൻ ഒരുങ്ങുക. ആ സമയത്ത് നീ ഇവിടെ ഒന്ന് ഒളിച്ചു നിൽക്കുന്നു. നിന്നെ കാണാനില്ലെന്നും പറഞ്ഞ് പരക്കം പാഞ്ഞ് നടക്കുക കമലയും അനിയും കൂട്ടനും. നീ എന്താ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആത്മഹത്യാ സീക്വൻസ് ആണോ? ആളുകളെ ത്രില്ലടിപ്പിച്ചുകൊണ്ട്. നീ കരയാതെ കാര്യം പറ കല്യാണി. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? എല്ലാം സംഭവിച്ച് മുഹൂർത്തത്തിന് ഒരുക്കം വരെ കഴിഞ്ഞിട്ട് നിനക്കിപ്പോ എന്താ പ്രശ്നം? നീ എന്തിനാ എല്ലാരും ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? വലിയ എന്നോട് ക്ഷമിക്കണം.
എനിക്ക് ഈ കല്യാണം നിശ്ചയൊന്നും വേണ്ട. എനിക്കതിനുള്ള അർഹതയില്ല. അതുകൊണ്ടാ. എന്തർഹത? അതാരാ തീരുമാനിക്കണ്ടേ? എന്താ സംഭവം? നീ കാര്യം പറ. എന്നോടൊന്നും ചോദിക്കരുത്. ഇവിടെ അടുക്കളപ്പണി ചെയ്ത് ഞാൻ ജീവിച്ചോളാം. അല്ലാതെ എനിക്ക് അതിലും വലിയ മോഹങ്ങളൊന്നുമില്ല. ഇങ്ങനെ കിട്ടുന്ന ജീവിതവും വേണ്ട. എനിക്ക് ആർക്കും ഒരു ഭാരമാവാൻ വയ്യ. അതുകൊണ്ടാ. മതി, ആവശ്യമില്ലാത്തൊന്നും പറയണമെന്നില്ല. നിനക്കൊരു കാര്യം അറിയോ? നിന്റെ നിശ്ചയം നടത്താനുള്ള ഓട്ടത്തിലെ പാവം ദാസേട്ടൻ. ആ മുഖത്തെ സന്തോഷം നീയായിട്ട് ഓരോന്നിങ്ങനെ കാണിച്ച് നശിപ്പിക്കരുത്. നീ വന്നേ, അവിടെ ചടങ്ങ് തുടങ്ങാൻ സമയമായി. കമോൺ. വേണ്ട, ഞാൻ കാല് പിടിക്കാം. വലിയ എന്നെ നിർബന്ധിക്കരുത്. കൈയും കാലും പിടിക്കേണ്ടത് എന്റെ അല്ല, മറ്റു ചിലരുടെയാ. അത് അവസാന നിമിഷത്തിൽ പിടിച്ചിട്ട് കാര്യമില്ല. നിനക്കറിയാലോ, ഇത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി നടത്തുന്ന നിശ്ചയ. അവിടെ ഹാളിൽ എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഒരു നിശ്ചയം മുടങ്ങിയതിന്റെ മാനക്കേട് ഇതുവരെ തീർന്നിട്ടില്ല. മാത്രമല്ല, ഇത് തൃച്ചംബരത്ത് നടക്കുന്ന നിശ്ചയ. അത് നടന്നേ പറ്റൂ. കല്യാണി വാ, വരാൻ. ആളുകൾ അവിടെ നിന്നെ കാത്തിരിക്കുക. അറിയാം വല്യുഞ്ഞെ, അഖില മേഡത്തിന്റെ നല്ല മനസ്സാണ് ഈ കല്യാണമെന്ന് എനിക്കറിയാം. പക്ഷെ എല്ലാരും ഒരുപോലെ അല്ല. ചിലര് വിചാരിക്കുന്നത് ഞാനും എന്റെ അച്ഛനും കൂടി പ്ലാൻ ചെയ്ത് ഈ കല്യാണത്തിന് ഇറങ്ങിയതാണെന്നാ, ഇവിടുത്തെ സ്വത്ത് തട്ടിയെടുക്കാൻ. ആഹാ, അങ്ങനെ ഇവിടെ കഥകളുണ്ടായോ? ആരാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇളയമയാണോ? ആരായാലും ഈ നിശ്ചയം കല്യാണമൊക്കെ നടക്കുന്നതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് ഈ കല്യാണം വേണ്ട വല്യുഞ്ഞെ. ഞാൻ ഈ കാല് പിടിക്കാം. എനിക്ക് ഈ കല്യാണം വേണ്ട. ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങൾക്കിനി ഇവിടെ ഒരു ഭാരമാവാൻ വയ്യ. കല്യാണി, നീ കാണിക്കുന്നതേ ഭയങ്കര മോശമാണെന്ന് ഞാൻ പറയൂ. ഈ വീട്ടില് കാലുകുത്തിയ നാള് മുതൽ നീ കാണിച്ചു കൂട്ടുന്ന എന്താണെന്ന് ഓരോന്നായിട്ട് ഓർത്ത് നോക്കിയാൽ നന്നായിരിക്കും. ഓരോ അബദ്ധങ്ങൾക്കും ഓരോ തെറ്റുകൾക്കും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി നിന്നോട് ക്ഷമിച്ചിട്ടേ ഉള്ളൂ. അമ്മയ്ക്ക് അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഒന്നുമില്ല. പുറമേക്ക് ഉഗ്രപ്രതാപമൊക്കെ കാണിക്കുമെങ്കിലും എന്റെ അമ്മയൊരു ശുദ്ധഗതിക്കാരിയായ സ്ത്രീയാ, മനുഷ്യത്വമുള്ള സ്ത്രീ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നീ അന്ന് ആക്സിഡന്റായി മരിക്കാൻ കിടന്നപ്പോ ഓടി വന്ന് നിന്റെ ഞരമ്പുകളിലേക്ക് സ്വന്തം ജീവരക്തം ഒഴുക്കി തന്നത്. അങ്ങനെയുള്ള ഒരാളെ ആൾക്കാരുടെയും മറ്റു ജോലിക്കാരുടെയും മുന്നിൽ വെച്ച് വീണ്ടും അപമാനിച്ച് തല കുനിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്ക് ഈ നിശ്ചയത്തിൽ നിന്ന് പിന്മാറാം. നാട്ടിലേക്ക് പോവാം. വേണമെങ്കിൽ കിണറ്റി ചാടി മരിക്കുക വരെ ചെയ്യാം. ഞാനൊന്നും പറയില്ല. അതല്ല, മനസ്സിൽ അല്പമെങ്കിലും നന്ദിയും സ്മരണയുണ്ടെങ്കിൽ നീ നിന്റെ തീരുമാനം മാറ്റും. കാരണം പലരും പലതും പറഞ്ഞാലും നിനക്ക് എന്നെ വിശ്വസിക്കാം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വാക്കിനെ വിശ്വസിക്കാം. ഞങ്ങളെ വിശ്വസിക്കാം. എന്തു പറയുന്നു? ഈ നിമിഷം തീരുമാനിക്കണം കാര്യങ്ങൾ. കണ്ടോ? ഇല്ല. ഈ കല്യാണി ഇത് എവിടെ പോയതാ? വാ, നമുക്കൊന്നുകൂടി നോക്കാം. സർ. ആ കമല, കല്യാണി എന്നോടൊപ്പം ഉണ്ട്. ആ, കമല പതുക്കകത്ത് വന്നാൽ മതി. മറ്റാരും ഒന്നും അറിയണ്ട. ശരി സർ. വാ നീങ്കുട്ട.
അരവിന്ദേ, അമ്മേ. കല്യാണി എന്താ വൈകുന്നത്? വിളിക്കാൻ പോയ കമലയും കാണുന്നില്ലല്ലോ. ആ. നീ ഒന്ന് പോയി നോക്കിട്ടോ. ശരി അമ്മേ. ആ. അമ്മ, കല്യാണി വരുന്നുണ്ട്.